മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ദൃശ്യം 3-ലെ മോഹൻലാലിന്റെ ചിത്രീകരണം പൂർത്തിയായെന്ന് റിപ്പോർട്ടുകൾ. കേക്ക് മുറിച്ച് മറ്റ് അഭിനേതാക്കൾക്കൊപ്പം സന്തോഷം പങ്കിടുന്ന മോഹൻലാലിന്റെ വീഡിയോ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് ദൃശ്യം 3. ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന് 4 വർഷത്തിന് ശേഷമുണ്ടാകുന്ന മാറ്റങ്ങളാണ് മൂന്നാം ഭാഗത്തിൽ കൊണ്ടുവരുന്നതെന്ന് ജിത്തു ജോസഫ് പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ സിനിമയിലെ മോഹൻലാലിന്റെ ഭാഗങ്ങളുടെ ചിത്രീകരണം പൂർത്തിയായെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കേക്ക് മുറിച്ച സെറ്റിലെ മറ്റ് അഭിനേതാക്കൾക്കൊപ്പം ചിത്രീകരണം പൂർത്തിയാക്കിയ സന്തോഷം പങ്കുവയ്ക്കുന്ന മോഹൻലാലിന്റെ വീഡിയോ ആണ് അണിയറ പ്രവർത്തകർ പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം ദൃശ്യം 3യുടെ ലോകമെമ്പാടുമുള്ള മുഴുവൻ തിയേറ്റർ അവകാശങ്ങളും ഡിജിറ്റൽ അവകാശങ്ങളും പനോരമ സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. ഇതോടെ ഷൂട്ടിംഗ് പൂർത്തിയാകുന്ന മുൻപ് തന്നെ 350 കോടി ക്ലബിൽ ചിത്രം എത്തിയെന്നാണ് വിവരം. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ ഒരു പ്രാദേശിക ഭാഷാ ചിത്രത്തിന് ഇത്രയും വലിയ ബിസിനസ് ലഭിക്കുന്നത് ആദ്യമായാണ്. ദൃശ്യത്തിന്റെ ഹിന്ദി പതിപ്പിന്റെ നിർമ്മാതാക്കളാണ് പനോരമ സ്റ്റുഡിയോസ്. 2013 ഡിസംബർ 19 പുറത്തിറങ്ങിയ ചിത്രം അന്ന് വരെയുള്ള എല്ലാ റെക്കോർഡുകളും തകർത്താണ് മുന്നേറിയത്. 75 കോടിയായിരുന്നു ആദ്യ ഭാഗം തിയേറ്ററുകളിൽ നിന്നും നേടിയത്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലേക്ക് ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു. മോഹൻലാലിനൊപ്പം മീന, അൻസിബ ഹസൻ, ആശാ ശരത്, സിദ്ദിഖ്, എസ്തർ അനിൽ തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 2021 ഫെബ്രുവരി 19 ഇറങ്ങിയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും ഗംഭീര വിജയമാണ് നേടിയത്. വരാനിരിക്കുന്ന സിനിമയുടെ മൂന്നാം ഭാഗത്തിലും പ്രേക്ഷകർ വലിയ പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത്. 2026 ചിത്രം പുറത്തിറങ്ങുമെന്നാണ് സൂചനകൾ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.